മുന്നും പിന്നും നോക്കാതെ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ പഠിക്കാതെ ചില പദ്ധതികൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിക്കും. അവരങ്ങനെ വാഗ്ദാനം ചെയ്യും. അത്തരത്തിലൊരു വാഗ്ദാനമാണ് UDF സർക്കാർ നൽകിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള യാത്രാ പദ്ധതി. ഇതിനെക്കുറിച്ച് യാതൊരു പഠനവും നടത്തിയില്ല. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് കണ്ടു മാത്രം കേരളത്തിലും അത് നടപ്പിലാക്കാം എന്നു കരുതി വാഗ്ദാനം നൽകി. അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പദ്ധതി ഭാഗികമായി നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ അതുമൂലം സർക്കാരിന് എത്ര കോടി രൂപയാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത് എന്നുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. സ്ത്രീകളാകട്ടെ 10,000-ങ്ങളും 50,000-വും 1,00,000-വും ശമ്പളം വാങ്ങുന്ന സ്വകാര്യ മേഖലയിലും സർക്കാർ സ്ഥാപനങ്ങളിലും പണിയെടുക്കുന്ന സ്ത്രീകളൊക്കെ ഇപ്പോൾ സൗജന്യമായാണ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. ആത്മാഭിമാനമുള്ള പല സ്ത്രീകളും പണം കൊടുക്കാൻ തയ്യാറാണെങ്കിലും അത് വാങ്ങാനുള്ള വകുപ്പില്ല എന്നാണ് കണ്ടക്ടർമാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ളവർക്ക്, സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വലിയ ശമ്പളം വാങ്ങുന്നവർക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്രാ സൗകര്യം കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ സൗജന്യ യാത്രാ ബസ്സിലേക്ക് തിക്കി കയറുകയാണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അസുഖം വന്നാൽ സർക്കാർ ആശുപത്രിയുടെ വരാന്തകളിൽ പോയി കിടക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു അധിക്ഷേപ പരാമർശമായിട്ടാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് CP ജോൺ നടത്തിയ അധിക്ഷേപ പരാമർശം. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ അല്പമെങ്കിലും ചിന്താശേഷിയുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം മാത്രമാണ് മന്ത്രി CP ജോൺ പറഞ്ഞത്. ഇപ്പോൾ തന്നെ ബസ്സുകളിൽ അമിതമായിട്ടുള്ള തിക്കും തിരക്കുമാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് പൊന്മുടിയിൽ നിന്ന് വന്ന ബസ് നിയന്ത്രണം വിട്ട് ഒരു മരത്തിലോ മറ്റോ ഇടിച്ചു നിന്ന ഒരു സംഭവമുണ്ടായി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നിരവധി പേരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീകളൊക്കെ ഇപ്പോൾ രാവിലെ ജോലികളൊക്കെ തീർത്തു വെച്ചിട്ട് ഭർത്താവും മക്കളുമൊക്കെ ജോലിക്കും സ്കൂളിലുമൊക്കെ പോകുമ്പോൾ ഇവർ രാവിലെ കൂട്ടുകാരികളുമായി വീട്ടിൽ നിന്നിറങ്ങും. ഏതെങ്കിലുമൊക്കെ ബസ്സുകളിൽ വലിഞ്ഞു കയറും. ആ ബസ് എവിടെ ചെല്ലുന്നോ അവിടെ ഇറങ്ങും, അടുത്ത ബസ്സിൽ കയറും, അതിൻ്റെ അടുത്ത സ്റ്റോപ്പിലിറങ്ങും. അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിൽ പോകും. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവരെ കാണാനായി പോകും, സ്ത്രീ സുഹൃത്തുക്കളെ കാണാനായി പോകും. ഇതൊക്കെയാണ് ഇവരുടെ രീതി. ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് വൈകുന്നേരത്തോടു കൂടി വീട്ടിലെത്തുന്ന സ്ത്രീകളാണ് ഇപ്പോൾ പലയിടങ്ങളിലും. പലരും പറഞ്ഞു കേട്ട അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൗജന്യം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ദോഷവും ഉണ്ടായി എന്നാണ് ഇതിനർത്ഥം. അതാണ് CP ജോണിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. സ്ത്രീകളൊക്കെ സൗജന്യ യാത്രാ സംവിധാനത്തിന് വേണ്ടി തിക്കിത്തിരക്കുകയാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ശമ്പളം വാങ്ങുന്നവരോ വലിയ 10,000-ൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരോ ഒക്കെ ആണെങ്കിൽ പോലും അവരൊക്കെ സൗജന്യമായി ഒരു എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ. അതൊരു വലിയൊരു വിഭാഗം മനുഷ്യരും അങ്ങനെയാണ്. അത് ആണായാലും പെണ്ണായാലും. അതാണിപ്പോൾ ഈ സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗജന്യമായി കിട്ടുന്ന ഒരു സംവിധാനത്തിനെ ഞാൻ എന്തിനു വേണ്ട എന്ന് വെക്കണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ചിന്ത. അതുകൊണ്ടാണ് അവരൊക്കെ ഇത്തരത്തിൽ ബസ്സുകളിലൊക്കെ വലിഞ്ഞു കയറി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നത്. ഈ പദ്ധതി കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പുരുഷന്മാരാണ്. കാരണം ഇത്രയും തിക്കിത്തിരക്കുള്ള ബസ്സുകളിൽ കയറി കാലോ കയ്യോ 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മുട്ടിയാൽ പിന്നെ അടുത്ത പീഡന കേസായി. അത് പിന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കലായി. അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ ഇപ്പോൾ CP ജോൺ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. CP ജോൺ പറഞ്ഞത് സൗജന്യ നിരക്കുള്ള ബസ്സിൽ ആളുകൾ തിരക്കി കയറുന്നു, കാശില്ലാത്ത സ്ത്രീകൾ കുട്ടികളെ സ്വകാര്യ സ്കൂളിൽ വിടുകയും അസുഖം വരുമ്പോൾ പണമില്ലാത്തത് കൊണ്ട് സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ CP ജോൺ പറഞ്ഞത് തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പ്രിയദർശിനി ബസ് പദ്ധതിയുടെ വിജയം സർക്കാരിൻ്റെ വിജയമല്ല, മറിച്ച് ഇവിടെ നിൽക്കുന്ന കടുപ്പമേറിയ ദാരിദ്ര്യത്തിൻ്റെ പ്രതിഫലനമാണ്. ദാരിദ്ര്യം പൂർണ്ണമായി എടുത്തു കളഞ്ഞു എന്നാണ് കഴിഞ്ഞ സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ ബസ് കൂലിക്ക് പോലും പണമില്ലാതെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാണ് ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. അവരെ സഹായിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് എന്നൊക്കെയാണ് CP ജോൺ പിന്നീട് ന്യായീകരിച്ചത്. എന്തായാലും അത്രയും ഒരു ബസ്സിൽ ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ദാരിദ്ര്യമൊന്നും കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
അങ്ങനെയാണെങ്കിൽ സൗജന്യം കൊടുക്കുമായിരുന്നെങ്കിൽ അത് കൊടുക്കേണ്ടിയിരുന്നത് കശുവണ്ടി ഫാക്ടറികളിലോ അല്ലെങ്കിൽ വീട്ടുജോലിക്കോ ഒക്കെ പോകുന്ന സ്ത്രീകൾക്കായിരുന്നു ആ സൗജന്യം കൊടുക്കേണ്ടിയിരുന്നത്. കാരണം 10,000, 10,000, 12,000 ശമ്പളം കിട്ടുന്നവർക്ക് അതിൽ നിന്ന് ഒരു മാസം 1,000, 1,200 രൂപയോ മിച്ചം കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. എന്നാൽ 60,000, 70,000, 1,00,000, 30,000 ഒക്കെ ശമ്പളം വാങ്ങുന്നവർക്ക് അതിൽ 1,000, 1,500 രൂപ ഒന്ന് കുറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. അതാണ് യാതൊരു പഠനവുമില്ലാതെ ഇത്തരത്തിൽ സ്ത്രീകളെ അവരുടെ വോട്ടിന് വേണ്ടി അവരെ ഒന്ന് സന്തോഷിപ്പിക്കാനായി ഇത്തരത്തിൽ സർക്കാർ ചെയ്ത് പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഇതുമൂലം നഷ്ടമുണ്ടാകുന്നത് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന്. അത് മാത്രമല്ല, ഈ വരുന്ന 14-ാം തീയതി, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഈ വരുന്ന 14-ാം തീയതി രാത്രി 10 മണി മുതൽ പുലർച്ചെ 1 മണി വരെ സ്ത്രീകൾക്ക് മാത്രമായി തിരുവനന്തപുരത്ത് സ്റ്റാച്യു മുതൽ കുറേ ഭാഗം തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അവിടെ പുരുഷന്മാർ ദർശിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അവിടെ സ്ത്രീകൾക്ക് എന്തും ചെയ്യാം, ആടാം, പാടാം, അവർക്കവിടെ സ്റ്റാളുകൾ നടത്താം, എന്തും ചെയ്യാം. ഒന്ന് ആലോചിച്ചു, എത്ര വിഡ്ഢിത്തമാണ് ഈ മണ്ട ശിരോമണികൾ കാണിക്കുന്നതെന്ന്. വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഈ മണ്ടൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ആണുങ്ങളെ 2ാം കിടക്കാരായി കാണുകയാണ്. ഈ മണ്ടന്മാർ തന്നെയാണ് ഈ നിയമങ്ങളും ഇതുപോലുള്ള മണ്ടൻ പദ്ധതികളും ഒക്കെ കൊണ്ടുവരുന്നത്. ആണുങ്ങളെ 2ാം കിടക്കാരായി കണ്ട് പെണ്ണുങ്ങൾക്ക് എന്തോ ഒരു അവകാശങ്ങൾ കൂട്ടിക്കൊടുത്ത് ആണ് അവർക്ക് ഒരു ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതൊക്കെയോ നൂറ്റാണ്ടുകളിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് കരുതി ഈ ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ അന്ന് സ്ത്രീകൾക്ക് കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതയായി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഇതുപോലെയുള്ള മണ്ടൻ പദ്ധതികൾ അധികാരത്തിലേറാൻ ആവിഷ്കരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് തിരിഞ്ഞും പിരിഞ്ഞും ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ ഒരു പ്രിയദർശിനി പദ്ധതി കൊണ്ട് മാത്രം സർക്കാരിന് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകില്ല, നഷ്ടമല്ലാതെ. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ലാതെ സൗജന്യ യാത്രാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബസ്സുകളിൽ കയറി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ത്രീകളൊക്കെ UDFന് വോട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവരങ്ങനെ ചെയ്യുകയുമില്ല. അങ്ങനെ കയറി നടക്കുന്നവരിൽ CPMകാരും BJPക്കാരും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവരുണ്ട്. അവർക്ക് ചിന്താശേഷിയുണ്ട്. നിഷ്പക്ഷരായി ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് ചിന്താശേഷിയുണ്ട്. എന്തിനാണ് സർക്കാർ ഇത്തരത്തിലൊരു മണ്ടൻ ആശയം ആവിഷ്കരിച്ചത് എന്നുള്ള ചോദ്യം അവർ തന്നെ ഇപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.